ഇതിൽ നമുക്ക് ടോട്ടലാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതിൽ കുറച്ച് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കൗണ്ട് ഈഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 ഫംഗ്ഷൻസാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ അതായത് ഈ കുട്ടീൻ്റെ അഞ്ജുഷേൻ്റെ കെമിസ്ട്രീൻ്റെതും ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കൂടെ ടോട്ടൽ കണ്ടുപിടിക്കണം. അതിന് ഈക്വൽ ടു സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. സം എടുക്കുക, 3 മാർക്കും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നെക്സ്റ്റ് എല്ലാം ഡ്രാഗ് ചെയ്തതാ. നമുക്ക് എല്ലാവരെയും ടോട്ടൽ മാർക്സ് കിട്ടി. ഇനി നമുക്ക് ഓരോ കുട്ടികളെയും ഗ്രേഡ് കണ്ടുപിടിക്കണം. ഗ്രേഡ് നമ്മൾ ഇഫ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈക്വൽ ടു ഇഫ് എന്നിടാം. ഇഫ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 120 ആണെങ്കിൽ കൊമ ഡബിൾ കോട്ടിൽ എ ഗ്രേഡ്, കൊമ അടുത്ത ഇഫ് ഓപ്പൺ ചെയ്യാം. ഇഫ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 100 ആണെങ്കിൽ കൊമ ഡബിൾ കോട്ടിൽ ബി ഗ്രേഡ്, കൊമ ഇഫ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 ആണെങ്കിൽ കൊമ ഡബിൾ കോട്ടിൽ സി ഗ്രേഡ്, കൊമ ഇഫ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 50 ആണെങ്കിൽ കൊമ ഡബിൾ കോട്ടിൽ ഡി ഗ്രേഡ്, കൊമ ഇഫ് ടോട്ടൽ ലെസ് ദാൻ 50 ആണെങ്കിൽ കൊമ ഡബിൾ കോട്ടിൽ ഇ ഗ്രേഡ്. ഇനി എല്ലാ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യാം. 1 2 3 4 5. അപ്പം ഈ കുട്ടീൻ്റെ ഗ്രേഡ് ബി ആണ്. ഇനി എല്ലാ ഗ്രേഡും കൂടെ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ആദ്യം എന്ത് ചെയ്യുക? ഇഫ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 120 ആണ് എ ഗ്രേഡ്. വീണ്ടും ഇഫ് ഓപ്പൺ ചെയ്യുക. ടോട്ടൽ ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ ബി ഗ്രേഡ്. ഇഫ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ സി ഗ്രേഡ്. ടോട്ടൽ ഗ്രേറ്റർ ദാൻ 50 ആണ് ഡി. പിന്നെ ഇഫ് ടോട്ടൽ ലെസ് ദാൻ 50 ആണെങ്കിൽ ഇ ഗ്രേഡ്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവരും ഗ്രേഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി കൗണ്ട് കണ്ടുപിടിക്കണം. എന്തിൻ്റെത്? ഗ്രേഡിൻ്റെ കൗണ്ട്. അതായത് എ ഗ്രേഡ് എത്രയുണ്ട്, ബി ഗ്രേഡ് എത്രയുണ്ട്, സി ഗ്രേഡ് എത്രയുണ്ട്, അങ്ങനെ എല്ലാ ഗ്രേഡിൻ്റെയും കൗണ്ട് കണ്ടുപിടിക്കണം. കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ഇഫ് എടുക്കുക, ഫുൾ ഗ്രേഡ് സെലക്ട് ചെയ്യുക, കൊമ ഡബിൾ കോട്ടിൽ എ ഗ്രേഡ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പം എ ഗ്രേഡിൻ്റെ കൗണ്ട് നമുക്ക് കിട്ടും. എത്ര എ ഗ്രേഡ് ഉണ്ട്? 1 2. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ബി ഗ്രേഡിൻ്റെ കൗണ്ടും കണ്ടുപിടിക്കുക. ഈക്വൽ ടു കൗണ്ട് ഇഫ് ഫുൾ ഗ്രേഡ് സെലക്ട് ചെയ്യുക, കൊമ ഡബിൾ കോട്ടിൽ ബി കൊടുക്കുക, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പം ബി ഗ്രേഡിൻ്റെ കൗണ്ടും കിട്ടും. അതുപോലെ സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ഇ ഗ്രേഡ്, അങ്ങനെ കൗണ്ട് കണ്ടുപിടിക്കുക. കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഇഫ്. ഇനി നമുക്ക് വേണ്ടത് ആബ്സെൻറ്റീസിനെ കണ്ടുപിടിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ ആബ്സെൻറ്റീസിനെ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? അതിനു വേണ്ടി നമുക്ക് ABS എന്നുള്ളത് ആബ്സെൻറ്റീസിൻ്റെത്. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. എന്നിട്ട് ഫിസിക്സിൻ്റെ അതുള്ള മൊത്തം മാർക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ബ്ലാങ്ക് സെൽസിനെ കൗണ്ട് ചെയ്യുക. 1 2
3. ഇനി കെമിസ്ട്രിനകത്തുള്ള ആബ്സെൻറ്റീസ് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് എടുക്കുക, കെമിസ്ട്രി ഫുൾ മാർക്സും സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പം ഒരു സെല്ലാണ് ബ്ലാങ്ക് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ 1 വന്നിട്ടുള്ളത്. മാത്സിൻ്റെ അതേപോലെ തന്നെ ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് എടുക്കുക, ഫുൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. താങ്ക് യു.